ദൈവനാമം മഹത്വപ്പെടട്ടെ. കുറെ കാലമായി പ്രാർത്ഥിക്കുന്നു, ഉത്തരം ലഭിക്കുന്നില്ല. ഇനി പള്ളിയിൽ പോകണ്ട, പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് പള്ളിയിൽ പോകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ശക്തമായ പ്രലോഭനമാണ്. ഇങ്ങനെയുള്ള ശക്തമായ പ്രലോഭനത്തിന്റെ സമയത്ത് നിരന്തരമായി ദേവാലയത്തിൽ പോകണം. ആരാധനയോട്, കൂദാശകളോട് കൂടുതൽ ചേർന്ന് നിൽക്കണം. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ മറക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. ഇന്ന് സക്കറിയ പുരോഹിതനോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച. വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും തോറും അകക്കണ്ണുകൾ കൂടുതൽ പ്രകാശമായി കൊണ്ടേയിരിക്കും. ഒരു ചൊല്ലുണ്ട്, കരക്കിരുന്ന കക്ക കിട്ടും, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന മുത്ത് കിട്ടും. ഇവിടെ സക്കറിയ പുരോഹിതൻ ദേവാലയത്തിൽ ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് ധൂപമർപ്പിക്കുവാൻ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സക്കറിയാവിനോട് പറയുകയാണ്, സക്കറിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. മക്കളില്ലാത്തൊരു നീണ്ട കാലയളവ് സക്കറിയ എലിശബ ദമ്പതികളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. കുറെ കാലമായിട്ടുള്ള ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചവർ മറന്നൊരു വിഷയമായിരുന്നു. അങ്ങനെയുള്ളൊരു വിഷയത്തിനാണ് വാർദ്ധക്യത്തിൽ അവർക്ക് ഉത്തരം ലഭിക്കുന്നത്. അവരുടെ ശാരീരിക നിർജീവത്വം പുനർജീവിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നാറുണ്ട്. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം, ദൈവം കരുണ ചെയ്യും. ഇവിടെ സക്കറിയ പുരോഹിതൻ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നത്. ധൂപാർപ്പണത്തോടു കൂടിയ നമ്മുടെ സഭയുടെ ആരാധനയ്ക്കും ഏറെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം ഈ വേദഭാഗം നമ്മോട് പറയുന്നത് വചനശക്തിയെ സംശയിക്കരുത് എന്നുള്ളതാണ്. വചനത്തെ സംശയിക്കരുത്, ദൈവത്തിന്റെ വചനത്തെ സംശയിക്കരുത്. ഇവിടെ സക്കറിയാവിന് അങ്ങനെ സംഭവിച്ചു. സക്കറിയാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സ്നാപകന്റെ ജനനം വരെ മൗനമായിരിക്കേണ്ടി വന്നു. ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും വെളിപ്പെടുത്തുന്നതാണ് ദൈവിക മർമ്മങ്ങൾ. അതുകൊണ്ട് ദൈവിക രഹസ്യങ്ങളെ മാനുഷിക ബുദ്ധി കൊണ്ട് നിർണ്ണയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഗാന്ധിജി പറഞ്ഞു, കൈയില്ലാത്ത മനുഷ്യർക്ക് ദാനം സ്വീകരിക്കാൻ കഴിയാത്തതുപോലെ വിശ്വാസമില്ലാത്ത മനുഷ്യർക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയില്ല. പ്രിയമുള്ളവരെ, ദേവാലയത്തോട് കൂടുതൽ നമുക്ക് അടുത്ത് നിൽക്കാം. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.